Good morning, everyone. Good morning, ma'am. 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 Yeah, good morning. Good morning to all. Yeah, okay. How are you all? എല്ലാവർക്കും പറയൂ. Good morning, ma'am. Fine, ma'am. Fine. Yeah, fine. Fine, ma'am. Okay. Where? എന്തോ? Ma'amന്റെ name. പറയാട്ടോ. അത് പറയാൻ ഞാൻ വന്നത്. Okay, myself Ashwini, your English teacher. Okay. Yeah. Okay. Yes, ma'am. ഇതോ പറഞ്ഞാണോ? Okay, fine, fine, ma'am. Okay, yeah. So നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ, ഫസ്റ്റ് മീറ്റിംഗ് ആണ്. Can you introduce yourself? Introduce ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് അല്ലേ, എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. ഇങ്ങനെയുണ്ട്, ക്ലാസ്സിൽ ഇങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ. ബുദ്ധിമുട്ടാണോ? ടഫ് ആണോ? Okay, ആണ് miss. ഇല്ല, ടഫ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇംഗ്ലീഷ് ടഫ് ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ ആണ്. Okay, ma'am. ഇത്രയും നല്ല ക്ലാസ് ആയിരുന്നു മാം ഇത്രയും ദിവസം കഴിഞ്ഞത്. ആണോ? ഓക്കെ. എന്റെ നെയിം അശ്വതി ആണ് കേട്ടോ, അശ്വതി. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് മൈ നെയിം. ഓക്കെ, പിന്നെ പറയൂ, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഇനി അങ്ങോട്ട് 6 month ഇനി അങ്ങോട്ട് കാണേണ്ടതല്ലേ അല്ലേ? സംസാരിക്കണ്ടേ? മറ്റേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്ഷൻ ഉണ്ടാകാം. കാരണം നമുക്ക് എക്സാമിന് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ സ്കില്ല്, ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇംഗ്ലീഷ് ക്ലാസ്. അതുകൊണ്ട് കാരണം ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു ജോലിക്കാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, രണ്ടാമതോ ശേഷം വിളിച്ച് റൈസ് കുക്കറിലല്ലേ പോകുന്നത് നോക്കണ്ടെന്ന് വെച്ചിട്ട് റൈസ് കുക്കർ കഴിഞ്ഞിട്ട് പോകുന്നില്ല. പക്ഷെ ചോദ്യം ആദ്യം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കല് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ കേട്ടോ ക്ലാസ്സിൽ. ശ്രദ്ധിക്കോ? നോട്ട്സ് ഇംഗ്ലീഷിൽ ഒരു നോട്ട് വേണം കേട്ടോ, ഒരു നോട്ട്ബുക്ക് ഇംഗ്ലീഷിൽ വേണം. പിന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് നോട്ട്സ് ഒക്കെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. എക്സാം ഒന്നുമില്ല കേട്ടോ, ഇംഗ്ലീഷിന് എക്സാമിൽ ഞാൻ പറഞ്ഞു ഇത് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ആണ്, ഇതൊരു സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാം ഒന്നുമില്ല, അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് ജോയിൻ ചെയ്യാം, റിലാക്സ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓക്കെ ആണോ? അൺമ്യൂട്ട് ചെയ്തോട്ടെ ഞാൻ അങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാറില്ല കേട്ടോ. ചാപ്റ്റർ ഏതാണെന്നോ നിമിഷ ശ്രദ്ധിച്ചിരിക്കുക, മ്യൂട്ട് ചെയ്യുക, എപ്പോഴും അൺമ്യൂട്ട് ചെയ്യാതെ നോക്കുക. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, ബാക്കി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ്? എങ്ങനെയാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം? ബേസിക് നോളജ് ഉണ്ടോ? എന്താണ് അഡ്വാൻസ്ഡ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, എന്താണെന്ന് അറിയാം. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും എല്ലാവർക്കും ചിലര് ക്വാളിഫൈഡ് ആകാം, ചിലര് ഗ്യാപ്പ് ഉള്ളവരാകാം, ഒരുപാട് പേരുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ അറിഞ്ഞാൽ കൊള്ളാനുണ്ട്. അപ്പൊ ആ രീതിയിൽ ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്ട് അബൌട്ട് യുവർ ഇംഗ്ലീഷ് അത് ഒന്ന് പറയണം.
ഓക്കെ, ഓരോരുത്തരായിട്ട് പറയാൻ പറ്റോ? പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. എല്ലാവരും കൂടെ പറയുമ്പോൾ എനിക്കൊന്ന് മനസ്സിലാവില്ല, കേൾക്കാനും പറ്റില്ല, ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവര് എനിക്കൊന്ന് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാം, ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ ചില പേരുകൾ വിളിക്കുമ്പോ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. നജ്മുനിസ ആണോ? അങ്ങനെ തന്നെയാണോ? കുറച്ച് അങ്ങനെയാണ്. അങ്ങനെയാണല്ലേ? മുസ്ലിം നെയിംസ് ഒക്കെ കുറച്ച് ടഫാണ് പറയുന്നത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എപ്പോഴും ഡൗട്ട് വരാറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്. ഓക്കെ, ഷോർട്ട് ആയിട്ട് വിളിക്കുന്നത് നജ്മു എന്നാണോ? നജ്മു ടാർഗറ്റ് എന്നാണ് പ്രൊഫൈലിലേക്ക് കിടക്കുന്നത്. എങ്ങനെയാണോ? ഉണ്ടെന്നില്ല, കേൾക്കുന്നുണ്ടോ? ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അങ്ങനെയാണ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ കേട്ടോ, പറയൂ. I am Nejnisa. I am from Malappuram. Yeah, okay. I am Arjun Gopal from Kayankulam, Damoram. Yeah, okay. What about your English? English എങ്ങനെയാണ് അറിയാമോ? Some basic English. Some. Okay. Then next ആരാണ്? നിവേദ്യ. Hello, ma'am. Yeah. I'm Nivedya from Kannur. Now I'm studying BCom second year in distance. I have 2 children. I'm a housewife also. And my husband working abroad. Okay. പിന്നെ പറയൂ, ഇംഗ്ലീഷ് എങ്ങനെയാണ്? English little bit I know. Yeah, okay, നിവേദ്യ. Okay, thank you, ma'am. Yeah. ഇനിയിപ്പോ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷയമല്ല കേട്ടോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. എനിക്ക് അറിയില്ല, ഒട്ടും അറിയില്ല, പഠിച്ചിട്ട് ഒരുപാട് നാളായി, ഗ്യാപ്പ് ഉണ്ട്, ടച്ച് പോയി, ഒരുപാട് റീസൺസ് ഒക്കെ വരുന്നുണ്ട്. സോ എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ദെൻ മഞ്ജുഷ ഗ്രാമർ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. മഞ്ജുഷ. Ma'am, hello ma'am. പറയൂ മഞ്ജുഷ. I am Manjusha. I am from Kollam. ഇംഗ്ലീഷ് എങ്ങനെയാ? English little problem in grammar. Okay, yeah. Okay, മഞ്ജുഷ. സംഗീത. Okay ma'am. Hi ma'am, I am Anita from Kottayam. A little knowledge in English, but I like to talk English no more. Yeah, okay. Okay, Anita. Then സംഗീത ഉണ്ടോ? Hello, Miss. I am Sangeeta from Palakkad. English കുറച്ചേ അറിയുള്ളൂ മിസ്സേ. Okay. അഞ്ജന VP. രേഷ്മ. ഇല്ല. ശില്പ. ശില്പ കുറെ നേരം ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നു. പറയൂ ശില്പ. I'm Shilpa from Trivandrum, Kilimanur. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവും, പറയാൻ കുറച്ച് പാടാണ്. അതെ, ഓക്കെ ശില്പ. അർജുൻ. മിസ്. പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞായിരുന്നു. ഓക്കെ അർജുൻ. ശ്രീഷ്മ. Ma'am, I am Srishma coming from Calicut. ഇംഗ്ലീഷില് പറഞ്ഞ പോലെ കേട്ടാൽ മനസ്സിലാവും, പക്ഷെ തിരിച്ച് പറയാൻ കുറച്ചൊക്കെ അറിയാം, കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ ശ്രീഷ്മ. ലക്ഷ്മി ബൈജു. Hi Miss, I am Lakshmi Baiju.
I am coming from കോട്ടയം. പിന്നെ ഇംഗ്ലീഷ് ചില വാക്കുകൾ കിട്ടുകയില്ല പറയാൻ നേരത്ത്. കേൾക്കുമ്പോ അറിയാം, പറയാൻ നേരത്ത് ചില വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പറയാനായിട്ടൊരു മടി. ഓക്കെ ലക്ഷ്മി. രേഷ്മ. Hi, Miss Reshma, coming from Thrissur. ഇംഗ്ലീഷിൽ പറയണ കേട്ടാ മനസ്സിലാവും, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഓക്കെ രേഷ്മ. ദിവ്യ. ദിവ്യ ബിനോയ്. Hello, ma'am. From Kodunur. ഓക്കെ ദിവ്യ. എനിക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് പറയാൻ. അറിയാൻ കുറച്ചേ അറിയുള്ളൂ. ഓക്കെ ദിവ്യ. Then Amaljit. My name is Amaljit. I am coming from Ladthodara, Kottayam. കുറച്ചേ അറിയത്തുള്ളൂ മിസ്. അമൽജിത്ത് കേൾക്കുന്നില്ല. ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് അറിയാമോ? കുറച്ചേ അറിയൂ. കുറച്ചറിയാം. ഓക്കെ അമൽജിത്ത്. Then Fatima. Hi, ma'am. I'm Fatima, coming from Palakkad. Sorry, Pathanamthitta. I'm completed BA B.Ed. Now I am a teacher, and I know English, some English, but not fluent. If you can help me, I will try for my best. Okay, Fatima. Okay. Mr. Fatima Salim. I am Fatima from Aluva. ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഗ്രാമർ ഒക്കെ എങ്ങനെയാണ്? ഓക്കെ ആണോ? അത്ര പെർഫെക്റ്റ് അല്ല. ഓക്കെ ഫാത്തിമ. ശ്രീന. Excuse me, ma'am. My name is Abhayam JP. I am come from Idiki. Okay. Parayyu, continue. Ma'am, my name is Reena. I'm coming from Pathanamthitta, Rama. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുമ്പോഴെല്ലാം മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. Okay, ശ്രീന. Next, സൗവർണിക. ഹലോ മിസ്, ഐ ആം സൗവർണിക ഫ്രം ഇടുക്കി. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, ഗ്രാമർ ഒന്നും അറിയത്തില്ല, പേടിയുണ്ട്. പിന്നെ ഗ്രാമർ എല്ലാം പാടാണ്, മിസ്റ്റേക്ക് വരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. Okay, സൗവർണിക. Then Sneha. Hello, ma'am. Hi Sneha, പറയൂ. Myself Sneha from Thrissur. ഇംഗ്ലീഷ് കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. Okay. 2 വർഷം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അപ്പൊ ഉള്ള ഇംഗ്ലീഷ് അങ്ങനെ പോയി. ജർമ്മനും ഇല്ല, ഇംഗ്ലീഷ് ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു ലാംഗ്വേജ് പഠിച്ചല്ലോ, അടുത്ത പോയി. അതെ. Okay, Sneha. Then Ramzina. കേട്ടാ മനസ്സിലാവും, പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ റംസീന. ഹന്ന. Hello, madam. I am Fatima Hanna. I am from Malappuram. I have basic knowledge in English. Okay, Hannah. Okay. Shamsina. Hello, ma'am. I am Shamsina. I'm from Wayanad. ഇംഗ്ലീഷ് വീക്കാണ്, അതുകൊണ്ട് സംസാരിക്കാൻ പേടിയാണ്. Okay, Shamsina. Ajmina.
My name is Lachmina from Trivandrum. ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ ഒരു പേടിയാണ്. Yeah. ക്ലാസ് Okay. ഉപയോഗപ്പെടുന്ന വിശ്വസിക്കുന്നു. Yeah. Okay, Ashmina. Lakshmi Tejas. Ma'am, I am Lakshmi Vishwanathan. I am from Kollam. Ma'am, ഇംഗ്ലീഷ് അറിയാം, കേട്ടാ മനസ്സിലാവും, പറയുമ്പം മിസ്റ്റേക്ക് വരുന്നുണ്ട്. Yeah. Okay. Then Ajnabi. Ajnabi Al-Sabah. Aishwarya Arun. Joyce Joseph. Class ആരില്ല? Aisha Nida. Hi, Miss. Yeah. Aishwarya, പറയൂ. My name is Aishwarya. I am come from Trishur. I completed PG Economics. പിന്നെ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. Okay. Aisha Nida. No. Harsha. Yes, ma'am. Harsha from Kannur. ഇംഗ്ലീഷ് പേടിയാണ്, സംസാരിക്കാനും പേടിയാണ്, കേട്ടാൽ ചെറുങ്ങനെ മനസ്സിലാവും. ഇംഗ്ലീഷിൽ കേൾക്കുമ്പോഴേ പേടിയാണ് അല്ലേ? Okay, ഹർഷ. Then സംഗീത പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു മിസ്സേ. പറഞ്ഞു. ഓക്കെ സംഗീത, തോന്നി എനിക്ക്. നെക്സ്റ്റ് ജിബിൻ മൈക്കൽ. Hello, ma'am. Good morning. I am Father Jibin Michael from Kannur. Right now, I am working in Tanzania, one of the country in Africa, and I have BA and BCom, and I have traveled almost South India, and right now 6 years completing in Tanzania, and I am also a student of MBBS second year, just part of this hospital administration, because we have 2 hospitals here in Tanzania. One is cancer hospital and one is general hospital. I also work in the hospital as administrator 3 years, and right now I am also a student. There's no problem for me English, just for the excellence of knowledge and the betterment of the service. I am just here for hospital administration course. Thank you. Yeah. Okay. Thank you. ഇംഗ്ലീഷ് അറിയാവുന്ന പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ജിബി, ക്ലിയർ. നെക്സ്റ്റ് ലക്ഷ്മി ടീച്ചേഴ്സ് വിളിച്ചതാണ് ഞാൻ. നെക്സ്റ്റ് സൗപർണിക. സിനു ജോക്കി. Hi, ma'am. Hi, ma'am. I'm Sinu from Ernakulam, now UAE. എനിക്ക് ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, കാരണം ഈ സ്വന്തമായിട്ടും ക്ലാസ് വെച്ചിട്ട് പോകുന്നു. Okay, Sinu. Then Rosmi. Yeah, okay, Rosmi. And then Anju. I'm from തൃശ്ശൂർ. ഞാനിപ്പോ ഒരു ഹൗസ് വൈഫാണ്. ചെറിയൊരു കുട്ടിയുണ്ട്, ആളെ ഉറക്കി കിടത്തിട്ടുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാ. അത് കാരണം അബ്രോഡായിരുന്നു, വർക്ക് ചെയ്യാൻ പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. Okay, Anju. Then Tasni. I am Tasni from Malappuram. ഇംഗ്ലീഷ് ഇച്ചിരിയൊക്കെ അറിയാം, കേട്ടാ മനസ്സിലാവും. ഇച്ചിരി വായിക്കാനും വലിയ കുഴപ്പമില്ല, പക്ഷെ പറയാന് അങ്ങനെ അറിയില്ല. Okay, Tasni. Then Reshma.
രേഷ്മ പറഞ്ഞു മിസ്സേ. പറഞ്ഞു. ഓക്കെ പറയൂ രേഷ്മ. വേറെ ഏതോ രേഷ്മയാണല്ലോ. രേഷ്മ ഫുൾ നെയിം ഏതായിരുന്നു? ഞാൻ രേഷ്മ അച്ചു. നേരത്തെ രേഷ്മ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഇത് കൊറേ രേഷ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വേറെ രേഷ്മ ഉണ്ട്. രേഷ്മ അച്ചു ഓക്കെയാണ്. വേറെ രേഷ്മ പറഞ്ഞു. രേഷ്മ അരി എന്നാണ് കാണുന്നത്. രേഷ്മ പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. I am Reshma from Kottayam. Okay. Then Maria. Hi, Miss. I am Maria from Kottayam. Okay. ഇംഗ്ലീഷ് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഹൗസ് വൈഫ് ആണ്. അപ്പം ഇപ്പൊ ഫീൽഡിലൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് സംസാരിക്കാനും ഇതും പോയി. അപ്പൊ കോൺഫിഡന്റും അല്ല, ഒട്ടും കോൺഫിഡന്റ് അല്ല സംസാരിക്കാനായിട്ട്. Confident അല്ല. Okay. Okay, Maria. Then Ashwita. Ashwita. Yes, ma'am. I am Ashrita from Kasaragod. അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം മിസ്സേ ഇംഗ്ലീഷ്. സംസാരിക്കാൻ അങ്ങനെ ഇപ്പം ഹൗസ് വൈഫാണ്, അതുകൊണ്ട് ഇപ്പം അത്ര ഇംഗ്ലീഷ് ടച്ച് ഇല്ല, കുറച്ച് വിട്ടുപോയി. Okay, Ashwita. Then Renu. Hello, ma'am. Yeah. My name is Renu. I am from Kottayam. ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, തിരിച്ച് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷെ അതിൽ മിസ്റ്റേക്കുകൾ ഒരുപാട് വരാറുണ്ട്. Okay. എന്നാലും സംസാരിക്കുന്നുണ്ടല്ലോ. Okay, Renu. Then Adila. Adilaയാണോ അതിലെയാണോ? ആദിലയാണ് മാം. ഐ എം കമ്മിങ് ഫ്രം പാലക്കാട്. ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, പറയാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാറുണ്ട്. Yeah, very good. Okay, Adila. Sriba. Hi, ma'am. I am Shriba PM from Palakkad. I completed MSW. I have a little difficulty speaking in English. Okay, Sriba. Then Kavya. Good morning, ma'am. I'm Kavya from Kottayam. For me, I don't have any problem in communicating in English. I am graduated in English language and literature. Yeah. Okay, Kavya. Then Jumana. Jumana Asin. Then Prida. Hi, ma'am. I am Prida Nair. I am coming from Patrantitta. I have basic knowledge in English. I try to speak in English. Okay, Prida. Then Jumana. I am Jumana Singh from Palakkad. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. Okay, Jumana. Anu. Hello. Hi, Miss. Yeah. Hi. I am Tina. I am from Cherai Beach. I have completed BCom. Now I am a housewife. I have 3 daughters. കുറച്ച് നാളായിട്ട് ജോലിക്കൊന്നും പോണില്ല, പുറത്തേക്കൊന്നും ഞാൻ ഇറങ്ങാത്ത കാരണം ഇംഗ്ലീഷ് ഇത്തിരി ടഫാണ്. Okay, Tina. Then Anu. Good morning. Yeah, Anu. I'm from Anu. Sorry, I am from Kodamangalam, Ernakulam district. Actually 1.5 year ആയിട്ട് ജർമ്മനിയിലാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ ടച്ച് വിട്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നോർമൽ ഇംഗ്ലീഷ് യൂസ് വരുന്നില്ല. ഗ്രാമർ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. Okay, Anu. Thank you. Then Reggie. Reggie from Malappuram. Okay, then Blessy Tom. Good morning, ma'am. I'm Blessy. I'm from Kottayam. I do understand English, but when it comes to speaking, I'll get a little bit nervous.
Okay, Blessy. Then Suma Devi. Suma Devi. Good morning, ma'am. I am Suma Devi. I am from Pathanamthitta. I can talk in English, but I have problem for grammar. Grammar only problem. Okay, Suma Devi. Okay, thank you. Thank you, ma'am. Yeah, okay. Then Anjana. Oh my God, we lost situation. Okay, Anjana. Neha Vinod. Hi, ma'am. I'm Neha Vinod from Pathanamthitta, Adur. BCom completed ആണ്. ഇപ്പം 1 year ആയിട്ട് ഗ്യാപ്പ് ഉണ്ട്. ഒരു മോളുള്ളതുകൊണ്ട് പഠിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേട്ടാ മനസ്സിലാവും, തിരിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. Yeah, okay, Neha. Then Anjana. Anjana VP. സംസാരിച്ചാണെന്ന് തോന്നുന്നല്ലോ, ആണോ? Then Alina Bensi. Bensi or Bensi? Hi, ma'am. Yeah. I am Alina, coming from Pathanamthitta, Tiruvalla. ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാകും, പക്ഷെ എവിടൊക്കെ എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല. Okay, Alina. Christina. ഓക്കെ, സോ ഇത്രയും പേര് സംസാരിച്ചു, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുറെ പേര് സംസാരിക്കാനുണ്ട്. ഓക്കെ, ഇതില് ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ഈക്വലി ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലെ? എല്ലാവർക്കും ഒരേപോലെ നോളജ് ആണോ എന്ന് ചോദിച്ചാലും അല്ല, ഡിഫറെന്റ് ആണ്. ഒട്ടും അറിയാത്തവരുണ്ട്, നന്നായിട്ട് അറിയുന്നവരുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അറിയാത്തവരാണ് കേട്ടോ. ഒട്ടും അറിയാത്തവർക്ക് നമുക്ക് ബിഗിനേഴ്സ് ആണ് അവര്. ഓക്കെ, A to Z വരെ നമ്മൾ പഠിപ്പിക്കണം. ഓക്കെ, അതുകൊണ്ട് ബേസിക് തുടങ്ങിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാമറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഗ്രാമർ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സെന്റൻസ് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെ? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രാമർ അറിഞ്ഞിരിക്കണം, അത് മസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഗ്രാമർ അറിയണ്ട. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷനും ലിറ്ററലി നമ്മൾ എഴുതുന്നതും വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്ന മലയാളവും നമ്മൾ എഴുതുന്ന മലയാളവും രണ്ടാണ്. ആണോ? ശരിയാണോ? ശരിയാണ്. അതെ, കാരണം നമ്മൾ പറയുന്ന പോലെ അല്ല എഴുതുന്നത്. എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഞാനിപ്പോ പറഞ്ഞ വാക്കുകളാണെങ്കിൽ ഞാൻ പറയുമ്പോൾ നമ്മളാണ്, പക്ഷെ അത് പണി വരുമ്പോ ആ എഴുന്നൊക്കെ പോകും, നമ്മന്ന് മാത്രമേ വരുള്ളൂ. അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോ മലയാളത്തിലാണെങ്കിലും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ഗ്രാമർ ഉണ്ട്. മലയാളത്തിൽ നമ്മൾ അത് പഠിച്ചിട്ടില്ല, കാരണം മലയാളം നമ്മൾ ആദ്യമേ സംസാരിക്കാനാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് ആദ്യമേ എഴുതാൻ പഠിച്ചു, പിന്നെ ഗ്രാമർ നോക്കി, എന്നിട്ട് ലാസ്റ്റ് സംസാരിക്കാൻ പഠിച്ചോ? അതുമില്ല, പേടിയായി. കാരണം എന്താണ്? ഗ്രാമർ അറിയില്ല. ഗ്രാമർ പഠിച്ച സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടില്ല, അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സംസാരിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഈ ലാംഗ്വേജ് അറിയാൻ പറ്റാത്തത്. സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് എന്താണ് കാരണം? കറക്റ്റ് ആയിട്ട് ലാംഗ്വേജ് അറിയില്ല. ഗ്രാമർ, മെയിൻലി ഗ്രാമർ അറിയില്ല. എന്തൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം, അല്ലെ? ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ഏതൊക്കെ വേർഡിന്റെ കൂടെ ഏത് പ്രപ്പോസിഷൻ ആണെങ്കിലും ഏത് ഓക്സിലറീസ് ആണെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈസിലി, അല്ലെ? അത് അറിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പേടിയായി മാറിയത്. ഇംഗ്ലീഷിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ ലാംഗ്വേജിനെ പോലെ തന്നെയാണ് ഇംഗ്ലീഷ്. പേടി വന്നിട്ട് നമ്മൾ ആദ്യമേ ഗ്രാമർ, എല്ലാവരും ഗ്രാമർ പഠിച്ചിട്ടുണ്ടോ? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയവരുണ്ടോ? ഉണ്ട്. പോകാത്തവരുടെ കുറവാണത്. പോയിട്ടില്ല? ആരും പോയിട്ടില്ല? ബുക്ക് വായിച്ചിട്ടുള്ള പരിചയമാണ്. ബുക്ക് വായിച്ചിട്ടുണ്ടോ? ബുക്കുകൾ, ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ കുറെ വായിക്കും. ഓക്കെ, കുറച്ചു പേരൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് പോയിട്ടുണ്ട്. ഗ്രാമർ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? ഗ്രാമർ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ?
എന്തോ യെസ് പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പഠിച്ചതാണ് ഇംഗ്ലീഷ്. ഓക്കെ, ഗ്രാമർ പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ എങ്ങനെയാണ്? ബോറാണോ? ഇഷ്ടമാണോ ഗ്രാമറിൽ ബോറിംഗ് ആണോ? സത്യം പറയണം കേട്ടോ, സത്യസന്ധമായിട്ട് പറയണം. സത്യം പറയാലോ, ഗ്രാമർ പഠിച്ചാൽ നല്ല ഇവിടെ സത്യം പറഞ്ഞ ആരാ? സത്യം പറയാൻ വന്നവരാരാ? പറയൂ, ഗ്രാമർ എങ്ങനെയാണ്? ബോറാണോ? കുറച്ച് ടഫാണ്, ബോറാണ്, കുറച്ച് ബോറാണ് മാം. കുറച്ച് ബോറാണ്, കുറച്ചൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നത്, കുറച്ച് ബോറാണെന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ബോറാണല്ലേ? ഓക്കെ, അത് ബോറാണ് എന്താണെന്ന് അറിയോ? നമുക്കത് പഠിച്ചിട്ട് മനസ്സിലാവാത്തവരാണ് കേട്ടോ. ഏതൊരു കാര്യവും നമുക്ക് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്കത് ബോറടിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടക്കേടായിരിക്കും, പഠിക്കാൻ തന്നെ ഒരു മടിയായിരിക്കും. ആദ്യം പഠിച്ചിട്ട് കിട്ടിയില്ല, രണ്ടാമത് ട്രൈ ചെയ്തു, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മടിയാണ്, പിന്നെ ഇഷ്ടാവില്ല, ആ സബ്ജക്ട് തന്നെ നമുക്ക് ഓക്കെ വേണ്ടാന്ന് തന്നെ വെക്കും. അതാണ് പണ്ട് എല്ലാവരും ഗ്രാമർ ബോറാണ്, ഗ്രാമർ കേൾക്കുമ്പോൾ തന്നെ ടഫാണ്, ടെൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ടെൻസോ ഭയങ്കര ടഫുള്ള സംഭവമാണെന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ ആണ്. അപ്പോ എല്ലാവരും പറഞ്ഞ മെയിൻ പ്രോബ്ലം എന്താണ്? സംസാരിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് ഇല്ല. ഇതിന്റെ ഏതൊരു നമുക്ക് എന്താണ്, നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെ, നമുക്കിപ്പോ പറഞ്ഞൊരു ഇഷ്യൂ, സംസാരിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്, കോൺഫിഡൻസ് ഇല്ല, ഇതൊക്കെ നമ്മുടെ പ്രോബ്ലംസ് ആണ് അല്ലെ. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്, എല്ലാ പ്രോബ്ലംസിനും എന്താണ് റീസൺ ഉണ്ട്. ആ റീസൺ എന്താണ്? കറക്റ്റ് ആയിട്ട് ആ ലാംഗ്വേജ് നമുക്ക് അറിയില്ല അല്ലെ, അതല്ല റീസൺ. നമുക്കൊരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയാം എന്ന് വിചാരിക്കും. എല്ലാവരും മെജോറിറ്റി വുമൺ ആണുള്ളത്. ഓക്കെ, എല്ലാവരും ഹൗസ് വൈഫ് ആണ്, മാരീഡ് ആണ്, എല്ലാവരും മാരീഡ് ആണ്. കിച്ചണിൽ എല്ലാവരും കിച്ചണിൽ അല്ലെ കുക്കിംഗ് ചെയ്യുന്നവരാണ് മോസ്റ്റ്ലി എല്ലാവരും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡിഷ്, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ്, അത് ഒരു ഗസ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പേടി എന്തെങ്കിലും ഉണ്ടോ? ഒരു പേടി ഉണ്ടാകില്ല അല്ലെ. അറിയാം, കറക്റ്റ് ആയിട്ട് അറിയാം നമുക്കത്. അതാണ് അല്ലെ, അറിയാവുന്ന കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യമാണ്, കോൺഫിഡൻസ് വരും, ഓട്ടോമാറ്റിക് കോൺഫിഡൻസ് വരും. അപ്പോ മനസ്സിലാക്കേണ്ട എന്താണ്? ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല, അതാണ് സത്യം. അറിയാൻ ശ്രമിച്ചിട്ടില്ല, പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ശരിയല്ലേ? ഞാൻ സംസാരിക്കുമ്പോ ബോറടിക്കുന്നുണ്ടോ? പറയൂ, ബോറിംഗ് ആണോ? ഓക്കെ, ബോറിംഗ് അല്ല. താങ്ക് യു. ഞാൻ ഇങ്ങനെ ആയിക്കോട്ടെ ക്ലാസ് എടുക്കാം. ഫുൾ ടൈം ഞാൻ ഇങ്ങനെ പഠിപ്പിക്കൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഒന്നാമത് ഇംഗ്ലീഷ് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഞാൻ ക്ലാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലില്ല, ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്. എല്ലാവരും പറയുന്ന ഒരേ റീസൺ ഇതാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല മിസ് എന്നാണ് എല്ലാവരും പറയുന്നത്. സംസാരിക്കണം ഭയങ്കര ആഗ്രഹമാണ്, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരും നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവില്ല അല്ലെ. പക്ഷേ എന്താണ് പ്രശ്നം എന്നറിയോ? അത് പഠിക്കാൻ, അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിക്കാൻ ഒരു മടിയുണ്ടോ? മടിയന്മാരാണ് നല്ലത് അല്ല 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 മടിയന്മാർ ആരെങ്കിലും ഉണ്ടോ? സമ്മതിക്കുന്നുണ്ടോ ആരെങ്കിലും മടിയാണെന്നുള്ളത്? മടിയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മടിയുണ്ട്, സമ്മതിക്കൂ കുറച്ച്. മടിയുണ്ട്. മടിയുണ്ട്, നമുക്കറിയാലോ. ഞാൻ നിങ്ങളൊക്കെ പോയത് തന്നെയാണ്, മനസ്സിലായോ? അപ്പൊ മടിയില്ല എന്ന് പറഞ്ഞാലും കാര്യമില്ല, മടിയുണ്ട്, കുറച്ചൊക്കെ മടിയുണ്ട്. ഓക്കെ, അത് മടിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് പഠിക്കാതെ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്രക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ പണ്ടേ ഇംഗ്ലീഷ് പഠിത്തം സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ അത്രയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ട്രൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളത് പഠിക്കും. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സമയമില്ല എന്ന് പറയും. മിസ്സേ എനിക്ക് സമയമില്ല മിസ്സേ, കല്യാണം കഴിഞ്ഞു. സത്യാണ് മിസ്സേ, നമ്മൾ സ്ഥിരം സംസാരിച്ചാൽ മാത്രമല്ലേ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. അതെ ഞാൻ പറയാം. അപ്പോ ബിസി ആണെന്ന് പറയും. അടുത്ത റീസൺ അതാണ്, മക്കളുണ്ട്, മക്കളെ നോക്കണം, ഭയങ്കര പണിയാണ് മിസ്സേ എന്ന് പറയും. നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യം എല്ലാവർക്കും
ഈ ക്ലാസ് എടുക്കുന്ന ഓരോരുത്തർക്കും ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഇത് എന്താണെങ്കിലും ഒരു ഇഷ്ടമുള്ള കാര്യം ഉണ്ടാകും അല്ലെ? അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സമയം ഇല്ലെങ്കിലും നിങ്ങൾ സമയം കണ്ടിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. ശരിയാണോ? ശരിയാണോ? അതെ അതെ. മിസ്സേ, സംസാരിച്ചാല് നമുക്കത് ഫ്ലുവന്റ് ആകും. ഇപ്പൊ എനിക്ക് തന്നെ അനുഭവം ഉള്ളത്, ഞാനൊരു CBSE സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ വേറെ സ്കൂളിലേക്ക്, വേറെ അടുത്തേക്ക് മാറിയപ്പോ അവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ആ പഴയ ആ രീതിയിലുള്ളത് മാറിപ്പോയി. മറ്റേത് ഫ്ലുവന്റ് ആയി വരെയായിരുന്നു. ഓക്കെ, അപ്പോ സംസാരിച്ചാലാണ് ഇംഗ്ലീഷ് പഠിക്കാം. സത്യമാണ്, അങ്ങനെ തന്നെയാണ് കേട്ടോ. സംസാരിക്കണം. പക്ഷെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടോ ആരെങ്കിലും? തീർച്ചയായും മിസ്സേ, ധൈര്യമുണ്ട്. ധൈര്യമുണ്ട് മിസ്സേ, പക്ഷെ കൂടെ സംസാരിക്കാൻ ആളില്ല. അതാ വിഷയം വന്നത്. അതാണ് നമ്മള് അറിവ് തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞു, മടിയുടെ കാര്യം പറഞ്ഞു, സമയമില്ലാത്ത കാര്യം പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമ്മള് എങ്ങനെയും സമയം കണ്ടെത്തും. അതങ്ങനെയാണ്, നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തും. നമുക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷിന് വേണ്ടി സമയം മാറ്റി വെക്കാനും നമുക്ക് സമയമില്ല. എന്റെ റീസൺ എന്താണ്? നമുക്ക് അതിനോട് അത്ര താല്പര്യമില്ല. ഇൻട്രസ്റ്റോടെ നമ്മൾ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമയം അതിനുവേണ്ടി കണ്ടെത്തും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സൂപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഉറപ്പാണ്. ഒരാളെ എനിക്ക് കിട്ടിയാൽ മതി, ഞാനിപ്പോ സംസാരിക്കുന്ന പറയും. അങ്ങനെ ഒരാള് എത്ര വർഷമായിരുന്നു കാത്തിരിക്കുന്നു? വന്നിട്ടുണ്ടായിരുന്നില്ല? വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളെ വരില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന എല്ലാവരും പറയുന്ന കാരണമാണ്. ഇവൻ ഞാൻ പോലും പറഞ്ഞൊരു കാരണമാണ്. വരട്ടെ, ഒരാള് കിട്ടിയാൽ മതി. ആളെ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. അങ്ങനെ ഒരാളെ കിട്ടില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കുക. പിന്നെ നമ്മള് സംസാരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകണം. ഇന്ത്യക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് യൂസ് ചെയ്യും. കാരണം എന്താണ്? അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും ആരോട് ഫേസ് ടു ഫേസ് സംസാരിക്കില്ല. അതിനുള്ള ധൈര്യം പൊതുവെ ആർക്കില്ല. കാരണം എന്താണ്? ഈ കളിയാക്കും എന്നൊരു പേടിയാണ് എല്ലാവർക്കും. ഞാൻ പറഞ്ഞ തെറ്റായിരിക്കോ, കളിയാക്കും, എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോകും, അവര് കേട്ട് എന്തൊക്കെ വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നത് നമ്മൾ പറയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ആ ഒരു ചിന്ത തന്നെ തെറ്റാണ്. ഏറ്റവും മിസ്റ്റേക്സിലൂടെ മാത്രമേ നമ്മൾ എല്ലാവരും എന്തും പഠിക്കും. അപ്പോ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. അതിന് കുറച്ച് ഗ്രാമർ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ധൈര്യം വരും. കാരണം ഈ ആസ്, ഹാവ്, ഈസ്, വേർ, വാസ് ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റിന്റെ കൂടെയാണ്, ഏത് വേർബിന്റെ കൂടെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സെന്റൻസ് തന്നെ പറയാൻ പറ്റും. ആ സെന്റൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സംസാരിക്കാനും പറ്റും. മനസ്സിലായോ? അങ്ങനെ പയ്യെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ഓരോ സെന്റൻസ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചിരിക്കും. ഷുവർ ആണ്. ഓക്കെ, അത് അറിയാത്തതിന്റെ പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ആ സെന്റൻസ് പറയാൻ പറ്റാത്തത്. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഓരോ സെന്റൻസും ആ ഒരു ആക്സെന്റില്, ഫ്ലുവൻസിയില് സംസാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇന്നത്തെ കാലത്ത് തന്നെ ഒരാൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ? നിങ്ങളുടെ കയ്യില്, അല്ലെ നമ്മുടെ ഫിംഗർ ടിപ്സിലെ കയ്യിലാണ് ഇപ്പോ. അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെ? പല കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ചെയ്യുന്നവരാണ്. ടെക്സ്റ്റ് മെസ്സേജ് ഇംഗ്ലീഷിൽ അയക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും ചെയ്യും. യൂഷ്വലി ചെയ്യുന്ന കാര്യമാണ് അല്ലെ? എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇംഗ്ലീഷ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാതെ വോയിസ് നോട്ട് ആയിട്ട് അയക്കുന്നവരുണ്ടോ? ഉണ്ടോ ആരെങ്കിലും? ചെയ്യില്ല. കാരണം അതും സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അല്ലേ? പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല? അപ്പുറത്ത് നിൽക്കുന്ന എന്തോ എന്നോടല്ല, മംഗ്ലീഷാണ്. ഇപ്പൊ മംഗ്ലീഷാണ്. ഓക്കെ, എന്നാലും ഇംഗ്ലീഷ് പഠിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ചെയ്യുക. ആദ്യം ടെക്സ്റ്റ് ചെയ്തായിരിക്കും. പക്ഷെ എന്ത് കാര്യം ടെക്സ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പറയണം. പറയുന്നതും ടെക്സ്റ്റ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നേ.
പെട്ടെന്ന് നമുക്ക് മറ്റോട് സംസാരിക്കാം. മറ്റോട് സംസാരിക്കാലോ. ഒരുപാട് സോഴ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക്. അതുകൊണ്ട് ഇനി ഒരാള് വരാൻ കാത്തിരിക്കേണ്ട. പഠിക്കണമെങ്കിൽ ഇന്ന് മുതൽ ഇംഗ്ലീഷ് ഇപ്പൊ പഠിച്ചു തുടങ്ങണം. റെഡിയാണ് എല്ലാവരും? ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. 1 മുതൽ തുടങ്ങാം. അതായത് എന്താണ് നൗൺ? ഓക്കെ, ചെറിയ കാര്യമാണ്, കേൾക്കുമ്പോൾ ചെറുതാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ പഠിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ ആണ്. പിന്നെ ഒരു കാര്യം, ഇന്ന് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അത്യാവശ്യം ഒരു 80 above സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പോകെ സ്റ്റുഡൻസിന് എണ്ണം കുറയും. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് കുറയും. കാരണം എക്സാം ഇല്ല എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എക്സാം ഇല്ലാതെ നമുക്ക് ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്തയുണ്ട്. അത് സ്വാഭാവികമാണ്, നിങ്ങളെ കുറ്റം പറയുന്നതല്ല, സ്വാഭാവികമാണ്. അപ്പോ ഇംഗ്ലീഷ് പഠിക്കാം എന്ന് പറയുന്ന കുറച്ച് പേർക്ക് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇംഗ്ലീഷ് പഠിക്കണം മിസ്റ്റർ, എനിക്ക് സംസാരിക്കണം. ഇവരൊന്നും കോഴ്സ് കഴിയുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഈ പറയുന്ന മടി എന്ന് പറയുന്നത്. ക്ലാസ്സിൽ കയറാൻ പോലും മടിയുള്ളവരാണ് നിങ്ങൾ. ഓക്കെ, ഇപ്പൊ തന്നെ കുറെ പേര് പോയി തുടങ്ങി. ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ല. പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും? പറയൂ. സത്യമാണോ ഞാൻ പറഞ്ഞത്? തമാശക്കാണ് ഞാൻ പറയുന്നെങ്കിൽ ഇതാണ് നടക്കുന്ന സംഭവം. ഓക്കെ, ഒരുപാട് ബാച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ഇൻട്രസ്റ്റോടെ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, നല്ലതാണ്, ബോറടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിപ്പിക്കാൻ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കേറില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോട്ടെ, ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഒക്കെ നോക്കൂ. അടുത്ത ഫ്രൈഡേ ആണ് എന്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ നോക്കിക്കോണോ കേട്ടോ എത്ര ഉണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫുൾ ടൈം ഇംഗ്ലീഷിലോ അങ്ങനെയൊന്നും അല്ലായിരിക്കും ക്ലാസ് വരാം. അതൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോ നിങ്ങൾ ചിന്തിക്കുക, മിസ് ഇംഗ്ലീഷിൽ മിസ് ക്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം ഞങ്ങൾക്ക് സംസാരിക്കാലോ. ആ ഒരു തോട്ട് വന്നോ നിങ്ങൾക്ക്? എന്നോ മിക്കവർക്കും വരും അത്. വരാത്ത ആരുമില്ല. ഇംഗ്ലീഷ് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ടോ? ഇംഗ്ലീഷിന്റെ കാണാറുണ്ടല്ലേ? എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടെ കാണുന്നതാണ്. എല്ലാ വീഡിയോസ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, ഗ്രാമർ ക്ലാസ് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോ? സംസാരിച്ചോ? നിങ്ങള് ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒട്ടും അറിയാത്തവർക്ക് പോലും ഞാൻ പറയുന്ന ക്ലാസ് മനസ്സിലാവോ? മനസ്സിലാവോ? ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കോ? ഇല്ല. എല്ലാം സംസാരിക്കാം, പക്ഷെ അതിൻ്റെ അകത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. മിസ്റ്റേക്സ് സംസാരിക്കാൻ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തായാലും പറയും. അൺമ്യൂട്ട് ചെയ്യണം, സംസാരിക്കണം. ഓക്കെ, അങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ ഒരാൾ വിളിക്കുകയാണ്, ശില്പ പറയുകയാണ്, ശില്പ സംസാരിക്കൂ എന്ന് പറയുമ്പോ ശില്പ കുറച്ചു നേരം നിന്നില്ല. കുറച്ച് കഴിയുമ്പോ ശില്പനെ കാണേയില്ല, ശില്പ പോവും, ലീവില്ലേ. മനസ്സിലായോ? അതാണ് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ലീവ് ചെയ്ത് പോകും. ഞാനിവിടെ ശില്പ എന്ന് പറഞ്ഞാല് ശില്പ പോയിട്ടുണ്ടാവും. സംസാരിക്കാൻ സംസാരിച്ചു കഴിഞ്ഞ മിസ്റ്റേക്ക് ഇതാക്കി തന്നാ മതി. മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തരും. സംസാരിക്കാനുള്ള ഒരു ധൈര്യം, കോൺഫിഡൻസ് എന്നൊക്കെ ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയാണല്ലോ ഗുണം. ഓക്കെ ആണോ? പിന്നെ ഈ ഫസ്റ്റത്തെ ക്ലാസ്സിൽ എപ്പോഴും ഒരു ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഒരിക്കലും മറക്കരുത് നിങ്ങളിപ്പോ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും. ഒരു കുറച്ചുകൂടെ പകുതി ആവട്ടെ. ഇപ്പൊ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് തോന്നും കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നും. ഓക്കെ, ഓക്കെ ആണോ? കുറച്ചൊക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണാന്ന് വിചാരിച്ച് ലീവ് ചെയ്ത് പോകുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഭയങ്കര ബോറാണ്. എന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അത്. കാരണം ഇങ്ങനെ കുറെ സ്ഥലം ഞാൻ ഇങ്ങനെ വർത്താനം പറയും, അതിന്റെ ക്ലാസ് എടുക്കും. അപ്പോ റെക്കോർഡ് ക്ലാസ് കാണാൻ വരുന്ന ഒന്നാമത് സമയം ഇല്ലാത്തവരാണ്. അവര് ഫോർവേഡ് ചെയ്ത് കാണണം. അവർക്കാരും ബോറടിക്കില്ലേ. അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം.
ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം. ഇതാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സംസാരിക്കാൻ പറയുമ്പോൾ എന്നോട് സംസാരിക്കണം. ഓക്കെ, എന്ത് വർക്ക് തന്നാലും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, എഗ്രി ചെയ്യാൻ പറ്റൂതൊക്കെ കൂടെ ഉണ്ടാവോ? കട്ടക്ക് കൂടെ നിൽക്കോ? ഇത് കഴിയുന്നവര് ആരൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. അതെ അതെ, വിശ്വസിച്ചു ഞാൻ. ഡബിൾ ഓക്കെ 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 മാം, ഡബിൾ ഓക്കെ ഒക്കെ പറയുന്നുണ്ട്. ഇനി ഒരു ചെറിയൊരു രഹസ്യം, ഒരു സീക്രട്ട് ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇപ്പോ കോഴ്സില് ഇന്നത്തെ ക്ലാസ്സിൽ 80 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഒരു 3 months കഴിയുമ്പോ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവുന്നതൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ഗസ് ചെയ്ത് എല്ലാവരും. ഒരു 50 താഴെ. ഓ, അത് വളരെ കൂടുതലാണ്. 25 താഴെ. പറയൂ കേക്കട്ടെ ഞാൻ. ഞാനുണ്ടാവും. ഓക്കെ, ശ്രീലക്ഷ്മി ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, 16 കുഴപ്പമില്ല. 5 പേര്. 5 പേര്, 5 പേരൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അറിയോ? ഒന്ന് ആലോചിച്ചിരിക്കുന്നത് നിങ്ങൾ എത്ര ആത്മാർത്ഥതയുള്ള സ്റ്റുഡൻസ് ആണ്. ഇംഗ്ലീഷ് പഠിക്കണം ആദ്യത്തെ ക്ലാസ്സിലേ വന്ന് പറയും, എന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് മാക്സിമം കൂടെ നിന്നാലേ ഇംഗ്ലീഷ് പഠിക്കാം. എന്നിട്ട് നിങ്ങൾ പറയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ക്ലാസ്സിൽ വരെയൊക്കെ ചോദിച്ചതാ മാത്രമല്ലേ പഠിക്കൂ ഇല്ലേ? എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചില്ല എന്നൊക്കെ പോയി കംപ്ലൈന്റ് പറയാ. കംപ്ലൈന്റ് അല്ല കേട്ടോ, പരാതിയാണ്, വിഷമാണ്. എന്നിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. പക്ഷെ എന്താണ്, നിങ്ങൾ പഠിച്ചോ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എന്നൊക്കെയും ഇല്ല, ആരുമില്ല. പിന്നെ വളരെ കുറച്ച് പേര് എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ എന്റെ സെക്കൻഡ് അവർ ആയിരുന്നല്ലോ, ഫസ്റ്റ് അവർ സബ്ജക്ട് ആയിരുന്നു, ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി സപ്പോസ് ടൈം ടേബിൾ പോലെ തന്നെ ക്ലാസ്സിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് അവർ കയറി വരാം. ഫസ്റ്റ് അവർ കയറി വരുമ്പോ എല്ലാവരും സ്റ്റുഡൻസ് ജോയിൻ ചെയ്യും. അപ്പൊ അവര് വിചാരിക്കും സബ്ജക്ട് ആണല്ലോ നോക്കിയിട്ട് ജസ്റ്റ് വന്ന് നോക്കുമ്പോ എന്റെ ഫീസാണ്. അപ്പൊ തന്നെ പോകും. നമുക്കിവിടെ കാണാൻ പറ്റും ജോയിൻ ചെയ്യുന്നത്, ലീവ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കാണാം, ഇതൊക്കെ കാണാം. നിങ്ങൾ ഇന്നെല്ലാം കാണാൻ പോകുന്നു. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് ക്ലാസ് പോവാ. ഇത്രയൊക്കെ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ സംസാരിക്കുന്നു. മറ്റു ക്ലാസ്സിലോ അൺമ്യൂട്ട് ചെയ്ത് ഫുൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. കാരണം അവിടെ ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പഠിക്കുകയാണ്, സബ്ജക്റ്റ് ആണ്, എക്സാമിനുണ്ട് അല്ലെ? അതാണ് എക്സാമിനുണ്ട്. ഇംഗ്ലീഷ് ഒരിക്കലും എക്സാമിന് ഇപ്പൊ നമ്മള് +2 കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും എല്ലാം കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് എല്ലാവരും അല്ലെ? ഇംഗ്ലീഷ് ഇതുവരെയും സ്കൂളിൽ പഠിച്ചാണെങ്കിലും എക്സാമിന് വേണ്ടി പഠിച്ചവരാണ് എല്ലാവരും, ശരിയല്ലേ? എന്നിട്ട് വല്ല ഇംഗ്ലീഷ് അറിയോ? ഇല്ല. മനസ്സിലായോ? എക്സാമിന് വേണ്ടി പഠിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തത്. നിങ്ങൾക്ക് വേണ്ടി പഠിക്കൂ, എക്സാമിന് വേണ്ടിയില്ല. നിങ്ങൾക്ക് സംസാരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഏതൊരു ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താലും മാത്രമേ നമുക്ക് എന്തും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും സംസാരിക്കാൻ പറ്റൂ. മലയാളം സംസാരിച്ചപ്പോ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ നമുക്ക് ഓർമ്മയില്ല. അതാണ് സത്യം അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, മക്കൾ എന്തോരം കഷ്ടപ്പെട്ടാ അവര് മലയാളം പറയുന്നത്. തെറ്റല്ലേ? തെറ്റുമ്പോ നിങ്ങൾ കളിയാക്കാണ് ചെയ്യാ. അല്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അല്ലെങ്കിൽ എന്താണ്, അവരെ കേട്ട് 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 തന്നെ അവര് അത് കറക്റ്റ് ചെയ്യും. ഇങ്ങനെയല്ലേ പഠിക്കുക? അങ്ങനെ തന്നെയാണ് കേട്ടോ ഏതൊരു ലാംഗ്വേജും പഠിക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരും. ഓരോ വേർഡ് പറയുമ്പോൾ കുറച്ച് കടകട്ടിയായ വേർഡ്സ് ഒക്കെ ഉണ്ടാവും ഇംഗ്ലീഷിൽ അല്ലെ? അത് സംസാരിക്കുമ്പോൾ വെള്ളി വീഴും. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങള്? വെള്ളി വീഴും. അത് 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വേർഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, പിന്നെ നിങ്ങൾ ഫ്ലുവന്റ് ആയിരിക്കും. കറക്റ്റ് ഒരു ആക്സന്റ് നിങ്ങൾ തന്നെ പറയും. അതെന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടണം. അതിന് നമുക്ക് മടി പാടില്ല. ഓക്കെ, ലക്ഷ്യം വേണം. എന്താണ് ലക്ഷ്യം? പുള്ളിൽ സംസാരിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എന്നാൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം, നന്നായിട്ട് പഠിക്കുക, സംസാരിക്കുക. തെറ്റാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങള് അതേപോലെ ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ക്ലാസ്സിൽ കാണിക്കുക. ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻസ് ഉണ്ട്, അയ്യോ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത വേണ്ട കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ പറയുന്ന കേട്ടു, അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൂടാണ്? അതിലും നിങ്ങൾക്ക് കോംപ്ലക്സ് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കോംപ്ലക്സ് ഈഗോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ആദ്യം മാറ്റി വയ്ക്കുക. ഒന്നും അറിയാത്തൊരു കുട്ടികളായിട്ട് വരും. ഓക്കെ, പിന്നെ അടുത്തൊരു പ്രശ്നം,
ഇത്രയും ക്വാളിഫൈഡ് ആണ്, ഞാൻ ബികോം പഠിച്ചു, ലിറ്ററേച്ചർ പഠിച്ചു, എല്ലാം പഠിച്ചാണ്, പക്ഷെ എന്നിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു നാണക്കേടാണ്. പൊതുവെ അങ്ങനെ തോന്നാറുണ്ട് അല്ലെ? തോന്നുന്നവരുണ്ട്. ഇത്രയും പഠിച്ചെന്താ ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചോദിക്കും. ആ ഒരു ചിന്ത തന്നെ മാറ്റാം. കാരണം നമ്മള് പഠിച്ചതും പഠിപ്പിക്കുന്നതും ആ രീതിയിലായിരുന്നു. നമ്മുടെ സിലബസ് ആണ് പ്രശ്നം എന്ന് പറയാം. ചുമ്മാ സമാധാനത്തിന് വേണ്ടി പറയാലോ അല്ലെ? അവിടെ ഇംഗ്ലീഷ് ചിലപ്പോൾ നമ്മൾ സ്കൂളിലാണെങ്കിൽ ഇപ്പോഴത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷും നമ്മൾ പഠിച്ച ഇംഗ്ലീഷും വ്യത്യാസമുണ്ട്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിരുന്ന മുതൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു. ആ ടൈമിൽ നമ്മൾ അത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു രീതിയിലായി അല്ല നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വ്യത്യാസവും ആ ഒരു ബുദ്ധിമുട്ടുമാണ് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മക്കളൊന്നും അങ്ങനെയല്ല കേട്ടോ. വ്യത്യാസമുണ്ട്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിന് അന്നത്തേക്കാൾ ഇമ്പോർട്ടൻസ് ഇന്നുണ്ട്. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം മാറിയത്. അതുകൊണ്ട് മക്കളുടെ കൂടെ ഇരുന്ന് ഇന്ന് നമ്മൾ പഠിക്കുക. അതാണ് ഇപ്പൊ എല്ലാ പാരന്റ്സും ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്ന പാരന്റ്സ് ആണ് ഇപ്പൊ. കാരണം അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അവരുടെ മുന്നിൽ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക നോക്കുക. ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വൊക്കാബുലറി. ഇത് രണ്ട് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെയും സംസാരിക്കാം കേട്ടോ. പൊട്ടത്തെറ്റായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാം. അത് നമ്മളിപ്പോ ഒന്നും അറിയാത്ത ഒരാള് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം? അത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ജീവിക്കണം, എന്തെങ്കിലും കഴിക്കണം എന്ന് പറയാൻ നമ്മൾ ആരെയും കാണിച്ചാലും മതി അല്ലേ? അത് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, ഗ്രാമർ പഠിക്കണം, വൊക്കാബുലറി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. ഇപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം. ഓക്കെ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത് തോന്നുന്നു സത്യമാണോ? അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞോളൊക്കെ? മിസ്സിന് ഇത്രയും കറക്റ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലായി മിസ്? ഇതെല്ലാം മിസ് ഞങ്ങൾ ഉള്ളിലുണ്ടായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ എത്ര കറക്റ്റ് ആയിട്ട് മിസ് എങ്ങനെ പറഞ്ഞു? ചിന്തിക്കുന്നുണ്ടോ നിങ്ങള്? ചിലരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഈക്വൽ ആണെന്നേ. ടീച്ചറാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? നമുക്കും മനുഷ്യന്മാരല്ലേ, മടി എല്ലാവർക്കും ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളും ഞാനും എക്സ്പീരിയൻസ് ചെയ്താണ് ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഓരോ ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ ഓരോ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിട്ട് എവിടെ പോയാലും നമുക്കൊരു പേടിയാണ്. മനസ്സിലായോ? ഇംഗ്ലീഷ് ചോദിക്കൂ, എങ്ങനെ ചോദിച്ചു ഞാൻ പറയേണ്ടി വരുമോ? ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിരുന്നു വിചാരിക്കൂ, ഒരു ഇംഗ്ലീഷ് ഞാൻ എങ്ങനെ ചോദിച്ചു ഞാൻ ഇംഗ്ലീഷ് പറയണമെന്ന് ഓർത്ത് ആ ക്ലാസ് ഫുള്ള് ടെൻഷൻ ആയിരിക്കുള്ളൂ. ക്ലാസ് എടുക്കുന്ന ആ ക്ലാസ് കേൾക്കില്ല, പക്ഷെ എന്താണ് ടെൻഷനാണ്. എങ്ങനെ എന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കേണ്ടി വരുമോ? ഓർക്കോ ടെൻഷനാണ്. കാരണം അത്രയും പേടിയാണ് ഇംഗ്ലീഷ്. നമ്മള് അത് പണ്ട് മുതൽ ഇങ്ങനെ പീഡിപ്പിച്ച് വെച്ചതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇനി മുതൽ ഇംഗ്ലീഷിന് പേടി വേണ്ട. മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ചുമ്മാ ഇങ്ങനെ ചില്ല് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ. ഓക്കെ? റെഡി ആണോ? ഓക്കെ ആണോ? ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ ആണോ? ടീച്ചർ ഓക്കെ ആണോ? പറയൂ. ഓക്കെ ആണ് മാം. നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിയാകരുതേ. ഈ ഓക്കെ പറഞ്ഞവരൊന്നും കുറെ കഴിയുമ്പോൾ ഉണ്ടാവില്ല. മാം ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ 2 ലാംഗ്വേജ് വേറെ കാണാതറിയാം. ഹിന്ദിയും സംസാരിക്കും, അറബിയും സംസാരിക്കും. പക്ഷെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ സംസാരിക്കും ഇംഗ്ലീഷ്, പക്ഷെ ഗ്രാമർ മിസ്റ്റേക്ക് ആണുള്ളൂ. ഓക്കെ. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നാല് അപ്പോ തന്നെ ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റോ നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ്ങോ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ക്ലാസ്സിൽ. ഓക്കെ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ എടുക്കുന്ന പോർഷൻ ആണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ളവർക്കാണെങ്കിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്. അപ്പൊ അവർക്കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക. അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ? ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരുമില്ല എന്ന് പറഞ്ഞവർക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടത്തിലാണെങ്കിൽ ഇപ്പൊ പറയാം. ഓക്കെ? അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കാട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണോ? അപ്പൊ ഇതുവരെ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പറയൂ. ടീച്ചറിന്റെ ക്ലാസ്, മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണെന്ന്. ഓക്കെ, താങ്ക് യു. ലക്ഷ്മി ലാസ്റ്റ് വരെ ഉണ്ടാവില്ല പറഞ്ഞത്, ഞാൻ നോട്ട് ചെയ്ത് വെക്കട്ടെ.
ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ ലക്ഷ്മി. Then പിന്നെ എന്താണ് പറയാനുണ്ട് എന്നോട്? ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു പ്രചോദനം കിട്ടി. പ്രചോദനം കിട്ടി. ഓക്കെ ഓക്കെ. പഠിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടോ? ഉണ്ട് മിസ്. ഗ്രാമർ ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഗ്രാമർ ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, അത് സംസാരിക്കണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, നിങ്ങളും കൂടി വിചാരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഗ്രാമർ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് ഉണ്ടാവില്ല. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഗ്രാമർ പക്കയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അറിയില്ല. മാം വൊക്കാബുലറി ഇൻക്ലൂഡ് ആണോ? വൊക്കാബുലറി എന്നെ കൊണ്ട് മാക്സിമം അത്യാവശ്യം വൊക്കാബുലറി ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. പക്ഷെ സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ മീറ്റ് ചെയ്യാം. ഉണ്ടാവും എല്ലാവരും? ഓക്കെ മാം. ഷുവർ മാം, ഷുവർ. Okay, ma'am. Thank you, ma'am. Okay, ma'am. Okay, ma'am. Thank you. See you next class. Okay, bye. Okay, bye. Okay, ma'am. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am.